പറഞ്ഞോ. കുട്ടപ്പ. ഹലോ ഗൈസ്, അബലർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് ഹെയർ സ്റ്റൈൽ ചലഞ്ച്. ആറ് തലയെന്ന് പറയാം. ഓരോ ആക്ടേഴ്സിന്റെ ആയിട്ട് കാണാം. ആണുങ്ങളായിരിക്കും കാണിച്ചില്ല, ബോയ്സിന്റെ തലയായിരിക്കും. ഓരോ സിനിമയിൽ ഓരോ ക്യാരക്ടറിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ ആരാന്ന് പറഞ്ഞാൽ മതി, ക്യാരക്ടർ പറയണമെന്നില്ല. അപ്പൊ ഇന്നത്തെ ചലഞ്ച് നമുക്ക് ആരംഭിക്കാം. നല്ല ഉഷാറല്ലേ? അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയിട്ട് വരാം. ബൂം. ചലഞ്ചിന് മാർക്ക് എഴുതി വെക്കാൻ വേണ്ടിട്ട് ഒരു സാധനം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ കള്ളക്കളി വരുന്നുണ്ടെന്നുള്ള ഒരു പരാതി വന്നിട്ടുണ്ട്. മാർക്ക് നമ്മൾ ഇവിടെ രണ്ടാമതും എഴുതി വെക്കുന്നതായിരിക്കും. ഞാനാണ് ഇന്നത്തെ ചലഞ്ചിന്റെ സ്പോൺസർ ആൻഡ് ചലഞ്ച് നടത്തിപ്പിക്കാരൻ. അപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കല്ല മമ്മി. ഇതുപോലത്തെ ആയിരിക്കും തലകൾ നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പൊ ആർക്കാണെന്ന് ഒറ്റ വെളിവാക്കിൽ അങ്ങ് പറയാ. ഒറ്റ ഉത്തരത്തിലങ്ങ് പറയാ. അപ്പൊ രണ്ടാക്കും ഒരു ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും, വേറെ തരുന്നതായിരിക്കില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഗൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആരുടെ തലയാണ്? രണ്ടാളും ആലോചിച്ച് മാത്രം ഉത്തരം ആ നോക്കണ്ട. ഇവിടെ കൈ വന്നിച്ചിട്ടുണ്ട്. ആരാണ്? റൈറ്റ് ആൻസർ 1 മാർക്ക്. ഗൈസ് പൗഡർ ഇട്ട് വന്നതാണ് തലയിൽ, സോറി മുഖത്ത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. അമ്മ ഒരു മാർക്ക് ഇതാ ഇവിടെ നേടിയിട്ടുണ്ട്, ഒരു മാർക്ക് ഇവിടെ ഇടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ആരുടെ തലയാണെന്ന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാ. പിന്നൊരു കാര്യം, തെറ്റുത്തരം പറയാൻ മൈനസ് ആയി പോകുന്നതായിരിക്കും മാർക്ക്. ഓക്കെ, സൂക്ഷിച്ചും കണ്ടും വർത്താനം പറയാ. ഇത് പറയാൻ മറന്നുപോയി. കൈ ഇവിടെ പോന്നിട്ടുണ്ട്. ആരുതാണ്? ജയറാം. റൈറ്റ് ആൻസർ. അങ്ങനെ പ്രമിള അഥവാ അമ്മ 2 മാർക്ക് ഇവിടെ നേടിയിട്ടുണ്ട് ഗൈസ്. എന്താ തന്നെ കിളി പറഞ്ഞ പോലെ നിൽക്കുന്നു. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ നോയ്സ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ നമുക്ക് അടുത്ത തലയിലേക്ക് പോവാം. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഇതാണ് ആലോചന. ഇപ്പൊ 2 മാർക്കിന് മുന്നിട്ട് നിൽക്കുന്ന അമ്മയാണ്, അല്ല 2 മാർക്കുള്ളത് അമ്മയാണ്. നല്ല ഇടി വെട്ടുന്നുണ്ട്. 1 2 3 4 5 6 7 റൈറ്റ് ആൻസർ. കൈയടിക്കമ്മേ. അടുത്ത ക്വസ്റ്റ്യൻ, കൈ പൊക്കിയിട്ട് മാത്രം ഉത്തരം പറയാ. കൈ താത്തിയിട്ട് ആലോചിച്ചോ? കിട്ടണ്ടേ? ജയിക്കും. ഇന്നത്തെ എന്റെ ചലഞ്ചിന് പൈസയല്ലേ, വേറെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ആലോചിച്ചോ? 1 2 3 4 മൈനസ് ആവും. ഇപ്പൊ 2-1 ഗൈസ് ഉള്ളത്. 4 ആരാ പറഞ്ഞോ? റൈറ്റ് ആൻസർ. നല്ല കിട്ടുന്ന ഹെയർ സ്റ്റൈലാണ് ഗൈസ്. അപ്പൊ ഇപ്പൊ 2-2 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മൈനസ് സംശയം പോരാ, കറക്റ്റ് ആയിട്ട് ഉത്തരം വേണം. നമുക്ക് ഇവിടെ ഒരു ബെല്ല് കൊണ്ടുവരണം. ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഉറപ്പിക്കുന്നു അല്ലേ? അത് മതി അല്ലേ? അടിക്കാൻ അടുത്ത ചലഞ്ചിനകത്ത് കൊണ്ടിരുന്നായിരിക്കും. ഉറപ്പിക്കും. റൈറ്റ് ആൻസർ. അമ്മ 3ലേക്ക് കയറി ഗോപിക്കാൻ. ഇവിടെ തലയെ നോക്കി നിൽക്കേണ്ടി വരും. അടുത്ത ആള് ഈ തല തെറ്റുത്തരാണ്. സനുവിന്റെ 1 പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പോയിന്റ് മാത്രമാണ് ഉള്ളത്. ഇപ്പൊ ഇതാരതാണ് അമ്മ ഈ തല? താല്പര്യമില്ലേ? 1 2 ഉണ്ണിമുന്തനല്ല, തെറ്റുത്തരാണ്. 3 പറ. ഇവിടുന്ന് ഡാൻസ് കളിക്കുന്ന പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഉത്തരം പറയാനില്ല. അപ്പൊ ഇത് ആത്വാസിന്റെ തലയാണ്.
അടുത്ത തല ഇതാണ്. ഇപ്പൊ മാർക്ക് 1-3 സനുവിന്റെ ഒരു മാർക്ക് മൈനസ് ആയിരിക്കുകയാണ്. ഇതാരുടെ തലയാണ്? ലേറ്റ് ആയി പോയി വീഡിയോ എടുക്കാൻ. അപ്പൊ എല്ലാവർക്കും അതിന്റെ ആവശ്യമുണ്ട്. പറഞ്ഞോളൂ. ആ ഓട്ടത്തിലൊക്കെ ചിരിക്കാം അമ്മ. ഇത് റോഷൻ മാത്യുവിന്റെ തലയാണ് ഗൈസ്. രണ്ടാക്കും മനസ്സിലായില്ലല്ലോ. അപ്പൊ മാർക്ക് രണ്ടാക്കില്ല, 1-3 തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാരുടെ മൊട്ടത്തലയാണ്? കണ്ടിട്ട് ആ കാറാണെന്നുണ്ട്, പക്ഷെ പേടിയാ. ആരായിരിക്കും? ഞങ്ങൾക്ക് രണ്ടാളെയാണ് വീട്ടില്. ആരാ? ഏതായാലും പോയില്ലേ. തെറ്റുത്തരം അല്ല, തെറ്റുത്തരം പറ. അമ്മേനെ പോലെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ജയസൂര്യന്റെ തലയാണ്. പ്രേതം എന്ന് പറഞ്ഞ സിനിമേന്റെ അകത്ത് ജയസൂര്യന്റെ തലയാണ് ഗൈസ് ഇത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കി പറഞ്ഞോ, ആരുടെ തലയാണ്? നല്ല നല്ലൊരു രണ്ടും പോയി. 0 മാർക്കിലല്ലേ, 0-3 ഇതാ കഷത്തിലുള്ള ഇരുന്നം പോയി, വേറെ പോയി. അമ്മ സംശയം ഇതൊന്ന് 2 പേരിൽ ഇങ്ങനെ അടിച്ചെടുത്തി. ഇവിടെ മോള് കൈ വന്ന് ചെയ്യല്ലോ. അറിയോ? ഇത് ബിജു മേനോനാണ് സംശയം. സംശയം കൊണ്ട് ഇവിടെ വരുന്നത്. നിങ്ങളെ സംശയം ഉണ്ടില്ലേ? ഉറപ്പിക്കാം. 1 10 പേരുണ്ട്, അതിനുള്ളിൽ ഉറപ്പിച്ചോ. 2 സനുവിനാരുടെ തലേ തോന്നിച്ചാ വിളിച്ചു പറഞ്ഞോ. 3 പോയ പോട്ടെ ബിജു മേനോൻ റൈറ്റ് ആൻസർ. എന്താണ് ഉത്തരം പറഞ്ഞിട്ട് കിളി പറഞ്ഞിട്ട് നിൽക്കുന്നത്? ആരാണിത്? തലകൾ കൊയ്യും. അമ്മ പറ. സിദ്ദിഖിന്റെ മുടിയില്ലാലോ. ഇത് മുടിയുണ്ടല്ലോ. സിദ്ദിഖിന്റെ പിക്കാണ്. അപ്പൊ തെറ്റുത്തരം. അമ്മേന്റെ ഒരു മാർക്ക് ഞാൻ കുറച്ചിരിക്കുന്നു. സനു എന്താ പറയാനുണ്ടോ? അടാ മാർക്കില്ല, കറക്കി അടിക്കണോ? പേര് പറയണം. കറക്റ്റ് ആയിട്ട് പേര് പറയണം. ഡയലോഗ് മാത്രം പോരാ. ഇപ്പൊ 3-0 ഉള്ളത്. കറക്റ്റ് പേര് പറയണം. 1 2 3 ഉദ്ദേശിച്ച ആളുകൾ ഞാൻ പറഞ്ഞുതരാം. 4 അപ്പൊ ഗോപിക 1 മാർക്കിലേക്ക് അടിച്ചിട്ട് കണ്ടുപിടുത്തം ഭയങ്കര കേട്ടാ. അതെങ്ങനെ എനിക്ക് മനസ്സിലായേ? ഇതൊക്കെ മനസ്സിലാവൂല കേട്ടാ. അങ്ങനെ അടുത്ത ആളെ തലയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരു ചെറിയ കഷണ്ടി തലയായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതാരുടെ തലയാണ്? പോയിന്റ് നിലവാരം 1 3. കൈ തട്ടി വെക്കണം, പൊക്കി വെക്കണം. അത് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തീരുമാനമാണ്. കൂവാ വീഡിയോ തീർത്തേണ്ട ഓക്കെ പറഞ്ഞോ. ആരാ ഓക്കെ? ഞാൻ കൈ പൊക്കി. അതാ പറഞ്ഞോ. സാധ്യത 100%. ഓക്കെ. ഇത് 1 സനുവിനും പിടുത്തോ. നോക്കോ. 2 3 ആദ്യം പൊക്ക് തളിക്കാൻ ഇവിടെ ഓപ്ഷൻ ഫസ്റ്റ് പറയേ. 3 മമ്മൂട്ടിന്റെ തലയാണോ? മമ്മൂട്ടിന്റെ തലയാണോ? ആണോ? റൈറ്റ് ആൻസർ. തിരിച്ചു പോയ 1 മാർക്ക് അമ്മ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ 4-1 അടുത്ത തല ഇതാണ്. ആരുടെ തലയാണിത്? ഇത് കണ്ടുപിടിക്കണേ. കുറച്ച് അമ്മ ഉത്തരം മുട്ടി നിൽക്കാണ്. അമ്മ ഉത്തരം മുട്ടി കയറി നിൽക്കാണ്. ഞാൻ പോയതെങ്കിലും പിടിച്ചെടുത്തതാ. ഇനി പിന്നെയും പോവാൻ
ഇതെന്നാ ഇത് ഒന്നും കാണിക്കുന്നേ ചിലപ്പോ രണ്ടും കാണിക്കും. എന്നാലും ആരാ തലയായിരുന്നു ഇതറിയില്ല. അറിയില്ല സനു. ഓ ഇത് ഞാൻ ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാമോ? ഓ പ്രായമുള്ള ആളാണോ? അത് പ്രായമുള്ള ആളാണ് ഗൈസ്. പ്രായമുള്ള തലയായിട്ട് കുറച്ച് എന്താ ഓൾഡ് നടനായിട്ട്. 1 എന്നടാ എണ്ണിയാല് 100 വരെ എണ്ണിക്കും. ആരെങ്കിലും കറക്കി അടിക്കുന്നോ? സനു അടിക്കുന്നോ അമ്മ അടിക്കുന്നോ? കറക്കി അടിക്കുന്നോ? അടിക്കുന്നോ? കറക്കി അടിക്കലും ഇല്ല. അറിയില്ല അതിന് ചൂടാണോ? ഇത് മധു എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടത്തെ ഓൾഡസ്റ്റ് നടനെ അറിയാമോ ആർക്കെങ്കിലും? അതാണത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആർക്കെങ്കിലും അറിയോ? എടാ പെട്ടെന്ന് പോവാ, സമയം എനിക്കറിയാം. എന്നാ അല്ല എന്റെ വരെ തെറിച്ച് നമുക്കറിയാം. ഗോപിക തോറ്റിരിക്കുന്നു. പരീക്ഷണത്തിലെല്ലാം പറഞ്ഞ് അമ്മ പിൻവാങ്ങിയിരിക്കാണ്. ഇത് ദിലീപ് അറിയാമോ? ഇന്നത്തെ അറിയാമോ? അടുത്ത ഒരു കിഡിലൻ ഹെയർ സ്റ്റൈലാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ആരുടെ ഹെയർ സ്റ്റൈലാണ്? നോക്കി പറ. പറയും. കണ്ണു നോക്ക്. ഇത് പറ. കഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർക്ക് ഒന്നും പേടിയാണ്. പറയാ അതുകൊണ്ട് ഞാനൊന്നും പറയില്ല. അറിയില്ല. പിന്നെ ഇത് ഷാരൂഖ് ഖാന്റെ ഫോട്ടോ ആണ്. അടുത്ത ആളെ തലയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ആരുടെ തലയാണ്? ആ ആദ്യം പൊക്കി ഹനുവ. ശ്രീനിവാസ്. റൈറ്റ് ആൻസർ. കൈയടിക്കാമേ. തലക്ക് കൈ കൊടുക്കാൻ 1 മാർക്ക് ഇവിടെ ഗോപിക നേടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ആരുടെ തലയാണ്? നല്ല തല, നല്ല കട്ടിയില മുടി, നല്ല മുടികൾ, മുടിയിഴകൾ. അറിയാം. തലക്ക് കൈ കൊടുക്കാണ്ട് പറയാമേ ആരെങ്കിലും. എല്ലാം നഷ്ടപ്പെടുത്താൻ നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ആദ്യമല്ലേ ഒന്നും പറയുന്നില്ല. പറ. നിനക്കറിയാം? അതിനെ കൊണ്ട് പറയും. അതിന്റെ ഈ ഒരു മാർക്ക് കൂടി അറിഞ്ഞോ? ഒരു മാർക്കുണ്ട്. അത് പോയി കൈയടിക്കാമേ. 2 മാർക്കായ. 2 മാർക്കായേ. അടുത്ത ക്വസ്റ്റ്യൻ. 2-4 ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് സംശയമാണ്. ഈ ഹെയർ സ്റ്റൈൽ അപ്പൊ പറഞ്ഞോ. 1 2 3. ഇത് വലിയ പരിചയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. 4. ഇതാണോ പറയുന്നുണ്ടോ? ഇത് മിഥുന്റെ നമ്മള് കോമഡി ഉത്സവത്തിലെ മിഥുനായിരുന്നു. ഈ മൊട്ടത്തല ആരുടെ മൊട്ടത്തല എന്ന് പറയുന്നവർക്ക് നമ്മൾ മാർക്ക് കൊടുക്കുന്നതായിരിക്കും. ഇത്ര നേരം അറിയാത്തതിന് മാർക്ക് കൊടുക്കാത്ത. എന്നാ ഇത് കൈവച്ച് ഇങ്ങനെ അടിക്കുന്ന നല്ലത് ചെയ്ത നല്ല കിട്ടുന്നില്ല. പറഞ്ഞോ. കുട്ടപ്പ. അമ്മ മാർക്ക് കൊടുക്കേണ്ടി വരും. കൈയടിക്കടാ. അമ്മ അങ്ങനെ ഇതാ കുട്ടപ്പാന്നും പറഞ്ഞ് 1 മാർക്ക് നേടിയിരിക്കുകയാണ് ഗൈസ്. 1 2 3 4 5 6 മാർക്ക്. അല്ല 5 മാർക്ക്. 5 മാർക്ക് അമ്മ ഇതാ ഇവിടെ നേടിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഗൈസ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതാരുടെ തലമുടിയിഴകളാണ്? എടാ പോടാ. ഇല്ല. പണ്ടത്തെ സുരാജിന്റെ ഫോട്ടോ. അങ്ങനെ ഇതാ 3ാമത്തെ മാർക്കും ഗോപിക മാർക്ക് ഈ വീഡിയോ എടുത്തോ കയ്യിലുണ്ടാവും. 3ാമത്തെ മാർക്കും അങ്ങനെ ഗോപിക നേടിയിട്ടുണ്ട്. ആരുടെ മുടിയാണ്? കറക്റ്റ് ഹെയർ സ്റ്റൈൽ ആരുടെ ആണ്? കറക്റ്റ് ആയിട്ട് പറയണം. എന്റെ അല്ല പിന്നെ അതും കാണിക്കൂ. അത് കാണിക്കൂ.
1 2 ഫോട്ടോ നോക്കുന്ന 3 4. ഇപ്പൊ മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് 5-3 ഏതായാലും 5. മുടിയില്ലാത്ത ആളല്ല, മുടിയുള്ള ആളാ. മുടി കാണിച്ചാൽ പിന്നെ മുടിയില്ലേ. 6. അറിയോ? ആർക്കെങ്കിലും അറിയോ? 7 8. ഇതാര്? ഗൈസ് ഇവിടെ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ഒച്ചയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ശബ്ദം. അത് തന്നെ ഒച്ച. ശബ്ദം. അപ്പൊ അറിയോ? നിർത്തലാക്കട്ടെ എന്നാ ചലഞ്ച്. അവസാന ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ദോ. പറയാവോ? ഇത് പൃഥ്വിരാജിന്റെ തലയിടകളാണ് ഗൈസ്. നമ്മുടെ കൈ ഇത് അറിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇവിടെ കൈ സമയം ഇന്നത്തെ ചലഞ്ചിന്റെ അകത്ത് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ആരാ പൊട്ടിട്ടുള്ളത്? 3 മാർക്കോടെ ഗോപിക ഇവിടെ അത്ര 6 മാർക്കാണ് തരും. എല്ലാം മൈനസ് ആയി പോയതാ. നമുക്ക് 5 മാർക്ക് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വിജയ് ഇന്നത്തെ പ്രൈസ് പൈസയല്ല, ഞാൻ തോറ്റേ. അമ്പോ അല്ലാണ്ട് ഗോപിക്ക് തോൽവി എന്താണെന്ന് അറിയുക. എല്ലാം മൈനസ് ആയി പോയതാണ്. നഷ്ടപ്പെടാനില്ലാത്തവർക്ക് എന്തെന്നല്ല രണ്ട് സിനിമയിലെ ഡയലോഗല്ല. അപ്പൊ നമുക്ക് നേരെ എന്താ കൊണ്ടുപോയിട്ടുള്ള സാധനം ഒന്നും പറയണ്ട. കൊണ്ടുപോയിട്ടുള്ള സാധനം വരട്ടെ ഗൈസ്. ഇന്നത്തെ പ്രൈസ് ഇതാണ്. അമ്മക്ക് വേണ്ടിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. അവരെ വാങ്ങിക്കോ. അടുത്ത ഗോപികൾക്ക് ആയിട്ടുള്ള പ്രൈസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ്. എങ്ങനെ രണ്ടാക്കുള്ള ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? പേരിടണ്ടേ? ഇത് ബ്രഹ്മീണാന്ന് സ്ഥലമൊന്നും കിട്ടോ തിരിച്ചും പറഞ്ഞു വേണ്ട. അപ്പൊ എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? നിർത്തും പറയണ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതൊക്കെ നിർത്തട്ടെ പറയുന്നത്. അപ്പൊ ഇന്നത്തെ കുഞ്ഞ് ഹെയർ സ്റ്റൈൽ വീഡിയോ, മുടിയെല്ലാം കൊഴിഞ്ഞു. അപ്പൊ എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.